ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വനിതാ ദിനമാണല്ലോ ഇന്ന്. വനിതകൾക്ക് എല്ലാ ദിവസവും വനിതകളുടെ ദിനം തന്നെയാണ്. പ്രത്യേകിച്ചൊരു ഡേ എന്ന് നമ്മൾ വനിതകൾക്ക് പറയാനില്ല. പക്ഷേ എന്നാലും വനിതാ ഡേ എന്നുള്ള ഒരു ഡേ ഉള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പം ഈ വ്ളോഗ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ തുടക്ക കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ ഓരോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് നമ്മൾ മുന്നിലോട്ട് വരുന്നതല്ലേ. അപ്പോൾ നമ്മുടെ വഴികളിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ സന്തോഷ നിമിഷങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ ഒരു മൾട്ടി ടാസ്ക് ചെയ്യാൻ പര്യാപ്തമായ ആൾക്കാരാണ്. അതായത് ഒരേ സമയം തന്നെ ഒന്നിലധികം ജോലികൾ സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് എനിക്കുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതേസമയം തന്നെ ഞാൻ ചിലപ്പോൾ ടി വിയും കണ്ടുകൊണ്ടിരിക്കും. അതേസമയം തന്നെ മറ്റ് കുട്ടികൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ, അവർ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് അതേസമയം തന്നെ നിരീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സമയം തന്നെ പലതരത്തിലുള്ള ജോലികൾ, ഈവൻ നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യം നോക്കും. ഇപ്പോൾ 3 അടുപ്പുകളിൽ 3 സാധനം വെച്ചിരിക്കുകയാണെങ്കിൽ 3ലേക്കും ഒരേ സമയത്ത് നമ്മുടെ ശ്രദ്ധ എത്താറുണ്ടല്ലേ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യുന്നു. അപ്പോൾ എവിടെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഏത് സംരംഭത്തിലായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് പദവികളിൽ ഇരിക്കുന്നവരായാലും ശരി, വീട്ടിലെ ജോലികൾ ചെയ്ത് പോകുന്നവരായാലും ശരി, അവരെല്ലാവരും തന്നെ ഒരേ സമയം പല തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പര്യാപ്തത ഉള്ളവരാണ്. അതായത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്താൽ 2 or 3 കുഞ്ഞുങ്ങളെ, അതായത് ഒരു കുഞ്ഞിനെ നമുക്ക് ഒക്കത്തിരുത്തി, ഒരു കുഞ്ഞിനെ നമ്മൾ കയ്യിൽ പിടിച്ച്, 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയെ ഫ്രണ്ടിൽ ഇങ്ങനെ നടത്തിച്ചിട്ട് ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ 3 കുഞ്ഞുങ്ങളുമായി നടന്നു പോകുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും ചെറുതായിരിക്കുന്ന സമയത്ത് മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് നാട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് ഹസ്ബൻഡിന് എന്നോടൊപ്പം വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു, ജോലി തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 കുഞ്ഞുമക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും ഒരു ഹെൽപ്പായിരിക്കും എനിക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായത്തിന് ഉണ്ടായിരിക്കും. അപ്പം എന്നാലും പൊതുവെ ആ മുഴുവൻ ഉത്തരവാദിത്വം, ആ 2 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വവും അപ്പോൾ എൻ്റെ കൈകളിൽ മാത്രമായിരിക്കും. അങ്ങനെ ഓരോ സ്ത്രീകളും പല തരത്തിലുള്ള ജോലികൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നതല്ലേ. അതുപോലെ പിന്നെ എനിക്ക് വനിതകൾ, സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല, വനിതകൾ, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ എന്താണ് പറയുന്നത്, ലക്ഷ്മിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഏതൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാലും അവിടെ നമ്മളൊരു സ്ത്രീയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിലെ ഒരു സ്ത്രീ, അവരെ കാണാനായിരിക്കും നമ്മൾ ആ വീട്ടിലേക്ക് മുഖ്യമായും പോകുന്നത് അല്ലേ. പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് ആ ഒരു മനസ്സിനുള്ള ആ ഒരു ഇതുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാർ താമസിക്കുന്നിടത്ത് പോവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ പൊതുവെ ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ്, ഒരു വൈഫ്, ഒരു മോൻ, ഒരു മോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒരു മോൻ മാത്രം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒരു മോൾ മാത്രം, എങ്ങനെ ആയാലും നമ്മൾ അവിടെ ഒരു സ്ത്രീയെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ സ്ത്രീക്ക് കുടുംബത്തിലുള്ള ആ ഒരു സ്ഥാനമെന്ന് പറയുന്നത് വളരെ വലിയ സ്ഥാനമാണ്. അതുപോലെ അമ്മ എന്നുള്ള പദവിയിലേക്ക് ഒരു സ്ത്രീ ഉയർന്നാൽ പിന്നെ ആ സ്ത്രീക്ക് ആ കുഞ്ഞുങ്ങൾ, അവരെത്ര ചെറുതോ ആയിക്കോട്ടെ, ആ കുഞ്ഞുങ്ങളുടെ ഒരു റോൾ മോഡലാണ് ആ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ, അറിഞ്ഞും അറിയാതെയുമുള്ള ഉത്തരവാദിത്വങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല, അവരിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിലായാലും ശരി, അവരുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും ശരി, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും ശരി, ഹസ്ബൻഡിൻ്റെ ജോലികൾ ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, ഇതെല്ലാം കഴിഞ്ഞ് ഔദ്യോഗികമായി ജോലിക്ക് പുറത്തു പോകുന്നവരാണെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മൾ
എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഇതേ കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കും ഉണ്ട്. ഞാനിപ്പോൾ വനിതാ ദിനമായതുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫെമിനിസ്റ്റ് ചിന്താഗതി അങ്ങനെയല്ല. ഓരോ സ്ത്രീയും അവരുടെ ശക്തി പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെയേറെ ഒരു സോഴ്സ് ഓഫ് എനർജി, ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു എനർജിയുടെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഓരോ വീട്ടിലെയും സ്ത്രീയാണെന്ന് ഞാൻ പറയും. ഒരു സ്ത്രീ വിചാരിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മനോഭാവമാണ് ആ കുടുംബത്തിനുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ പല കാര്യങ്ങളും ഈ സ്ത്രീക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ വനിതകളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടേതായ ഒരു ബൗണ്ടറി കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് സൗഹൃദം ഏതുവരെ നിൽക്കണം, കുടുംബ ബന്ധങ്ങൾ ഏതുവരെ നിൽക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, ഒരു മുൻകൂർ ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളുമായി അടുത്ത് നിൽക്കുന്നവർക്കായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം, പിന്നെ ഒരാളോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതികരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ശാന്തമായ തീരുമാനം, ശാന്തമായിരിക്കുന്ന സമയത്ത് വേണ്ടതുപോലെ ആലോചിച്ച് മാത്രം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുക. ഓരോ സ്ത്രീകളും ഡ്രൈവിംഗ് അത്യാവശ്യം പഠിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ സ്ത്രീകൾ അവരുടെ ഏത് പ്രായത്തിലും മുന്നോട്ടുള്ള ഒരു വിദ്യാഭ്യാസം നേടാനുള്ള വഴികൾ ആലോചിച്ച് എങ്ങനെ, ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആരും മുന്നോട്ട് പഠിക്കാതിരിക്കരുത് എന്നൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്. ജോലി, നമുക്കിപ്പോൾ വീട്ടിലിരുന്നുള്ള ജോലികൾ പലതും നമുക്ക് ചെയ്യാം. പിന്നെ യൂട്യൂബ് തന്നെ അതിനൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ആരുടെത്തേക്കും ജോലി അന്വേഷിച്ച് പോയില്ലെങ്കിൽ യൂട്യൂബ് വഴി നമുക്ക് പിന്നെ നമ്മുടെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചെറിയ സമ്പാദ്യം നേടിയെടുക്കാൻ കഴിയും. അതുപോലെ സ്ത്രീകൾ ആവശ്യമില്ലാത്ത ദൗർബല്യങ്ങൾക്ക് വശംവദരാവാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വേറൊരു സന്ദേശം എന്ന് പറയുന്നത്. ആൾക്കാരിങ്ങനെ പല കാര്യങ്ങളും വെച്ച് നമുക്ക് നീട്ടും. പക്ഷെ അവർ നീട്ടുന്ന ആ വാഗ്ദാനങ്ങൾ യഥാർത്ഥത്തിൽ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെയധികം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്ളോഗിൽ കൂടെ നമുക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ല ശരിക്കും സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എന്നുള്ളത്. കുറേയേറെ എക്സ്പീരിയൻസസ് എനിക്ക് അക്കാര്യത്തിൽ പല ജീവിത സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ തീരുമാനങ്ങളും നമുക്ക് 2, 3, 4 ദിവസമൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളല്ല. ചില തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണെങ്കിൽ അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത് വളരെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ആർജവം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്നതെല്ലാം കൊണ്ടും ഒരു പ്ലസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് മറ്റൊരാളെ വെയിറ്റ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാനും അതുപോലെ പ്രവർത്തിക്കാനുമുള്ള അവസരം നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ കിട്ടും. മാത്രമല്ല, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ള നമ്മുടെ ഒരു മാനസികമായ സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. അതിന് നല്ല രീതിയിലുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്നായി ഡ്രൈവിംഗ് അറിയാവുന്നവർ മാത്രം കൈകാര്യം ചെയ്യേണ്ട മേഖലയും കൂടിയാണ്. എന്നാലും സ്ത്രീകൾ പഠിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് വലിയ കാര്യങ്ങളൊന്നും തന്നെ ബാക്കിയില്ല. സ്ത്രീ എന്ന് പറയുന്നത് ഒരു എനർജിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു അതായത് എനർജിയുടെ കലവറ എന്ന് തന്നെ പറയുന്നതാണ് ഓരോ സ്ത്രീകളും. അപ്പോൾ അവരെ വളരെയധികം ബഹുമാനിക്കുക. സ്ത്രീ എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശക്തി നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുക. അതിൽ നിന്ന് ഒരു ചെറിയ വരുമാനമെങ്കിലും ഓരോ സ്ത്രീയും സമ്പാദിക്കാൻ മുൻകൈ എടുക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് പൈസ ചോദിക്കുന്ന അവസ്ഥ
നമുക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ ഒരു വീടിൻ്റെ കോണിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല ഒരു സ്ത്രീയുടെ ജന്മം എന്ന് പറയുന്നത്. വളരെ ശ്രേഷ്ഠമായ, വളരെ മഹത്തായ ഒരു ജന്മമാണ് ഓരോ സ്ത്രീകളുടെയും, അല്ലേ? അപ്പോൾ അവരവരുടെ ആരോഗ്യം സ്വയം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി കുറച്ച് സമയം, ഒരു ദിവസത്തിൻ്റെ കുറച്ച് സമയം ഒരുങ്ങാനും മനസ്സിൻ്റെ നല്ല പാട്ടുകൾ കേൾക്കാനും അതുപോലെ കുറച്ച് മാനസിക ഉല്ലാസം കിട്ടുന്ന യാത്രകൾ ചെയ്യാനും ഒക്കെ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നെ കണ്ടെത്തുക. ഇത് മറ്റാരെങ്കിലും കൊണ്ടുതരുമെന്ന് പറഞ്ഞ് ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ളതാണ്. അതുപോലെ എപ്പോഴും നമ്മൾ സെൻറ്റിമെൻ്റലായി മാത്രം കാര്യങ്ങൾ, അതായത് ഹൃദയത്തിനോട് ചോദിച്ച് ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, സെൻറ്റിമെൻ്റലായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. നമ്മുടെ ബുദ്ധിയും യൂസ് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കാവൂ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഓരോ കാര്യങ്ങളിലും ബുദ്ധിപരമായ തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. മാനസികമായി നേരിടേണ്ട പ്രശ്നങ്ങൾ മാനസികമായി നേരിടുക. പിന്നെ ഓരോ കുഞ്ഞുങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കുഞ്ഞുങ്ങളെ വളർത്തുക, വലുതാക്കുക എന്നുള്ളതിലുപരി അവർക്കൊരു നല്ല പാരൻറ്റിങ് കൊടുക്കുക, അവർക്കൊരു റോൾ മോഡലായി മാറുക എന്നൊക്കെ പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഈസിയാണെങ്കിലും ചെയ്തു തീർക്കാൻ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നേരം വെളുത്ത് ഇരുട്ടുന്നേരം, അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം വരെ ഓരോ സ്ത്രീകൾക്കും ജോലിയാണ്. അവരൊരിക്കലും ഫ്രീ മൈൻഡായി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു അനുഭവമാണ്. രാത്രി കിടക്കുമ്പോൾ പോലും ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്തായിരിക്കും, കുട്ടികൾക്ക് എപ്പോഴാണ് സ്കൂളിൽ പോവേണ്ടത്, ഹസ്ബൻഡിന് എപ്പോഴാണ് പോവേണ്ടത്, നാളെ നമുക്ക് ജോലിക്ക് പോകാനുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, നാളെ അവിടെ ചെന്ന് ജോലിയുടെ കാര്യങ്ങൾ, ആ ഉറങ്ങുന്ന ലാസ്റ്റ് മൊമെൻറ്റ് വരെയും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കാട് കയറിപ്പോവും. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഓരോ സ്ത്രീകളും ഓരോ ശ്രേഷ്ഠമായ, ഏറ്റവും ഉദാത്തമായ ഒരു മനുഷ്യ ജന്മമാണെന്നുള്ളത് ഓർക്കുക. നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടൊപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ കരുതുക. മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹവും ആർദ്രതയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ നമ്മൾ അറിയണം. ഒപ്പം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചതിക്കുഴികൾ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ചതിക്കുഴികൾ മനസ്സിലാക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അകറ്റി നിർത്തേണ്ടവരെ എന്നും അകറ്റി തന്നെ നിർത്തുക. നമ്മളോട് അടുത്ത് ബന്ധം സ്ഥാപിക്കുന്നവരെയും നമ്മളോട് ആർക്കാണ് യഥാർത്ഥത്തിലുള്ള അടുപ്പമുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മാത്രം ഞാനിപ്പോൾ പറയുകയാണ്. വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും ഞാൻ വനിതാ ദിനാശംസകൾ പറയുകയാണ്. അതുപോലെ ഹാപ്പി വിമൻസ് ഡേ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു വ്ളോഗിലൂടെ വീണ്ടും കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇന്ന് എനിക്കൊരു സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെ റൂംസൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗ് ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയിരിക്കും മിക്ക ഹോട്ടൽസും. ചിലപ്പോൾ ഒരു മാസം മുമ്പൊക്കെ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ധാരാളം റൂംസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് ഓൺലൈൻ വഴി സെർച്ച് ചെയ്യുക. പിന്നെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ തിരിച്ചു പോകാൻ കണക്കാക്കിയിരിക്കുന്നവർ ട്രിവാൻഡ്രം സെൻട്രൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ പൊങ്കാല ഇടുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം ദൂരെ മാറി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ബ്ലോക്ക് കാരണം, പൊങ്കാല കഴിഞ്ഞ് ബ്ലോക്ക് കാരണം സ്റ്റേഷനിലേക്ക് എത്താൻ വൈകും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.